IT റിലേറ്റഡ് കരിയറിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു റെസ്യൂമെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് എൻ്റെ ടീമിന് വേണ്ടിയിട്ട് സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽ ഒരു റെസ്യൂമെ പെട്ടു. ഒരു 90-95% കാൻഡിഡേറ്റ്സ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതിനകത്തുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള IT റിലേറ്റഡ് കരിയർ ഗൈഡൻസിനെ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കണ്ട. സോ ഇന്ന് ഞാൻ കണ്ട കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെയിൽ പുള്ളിക്കാരൻ പഠിച്ച കോഴ്സസ്, സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ്, അത് കഴിഞ്ഞിട്ട് പഠിച്ച കാര്യങ്ങൾ, എല്ലാ കോഴ്സസും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പുള്ളിക്കാരൻ ചെയ്ത പ്രോജക്ട്സ്, പുള്ളിക്കാരൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത പ്രോജക്ട്സ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ചെയ്ത പെറ്റ് പ്രോജക്ട്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ്, മുന്നത്തെ കമ്പനീസിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ ഒരു റെസ്യൂമെ 3-3.5 പേജ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ ഒരു റെസ്യൂമെയിൽ പറഞ്ഞിരിക്കുന്ന 75% കാര്യങ്ങൾ നമ്മളെ പോസ്റ്റുമായിട്ട് ഒട്ടും റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ പഠിച്ച ചില കോഴ്സസ് നമ്മുടെ പോസ്റ്റുമായിട്ട് ഒട്ടും റെലവൻ്റ് അല്ല, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ചില പെറ്റ് പ്രോജക്ട്സ് ഇതുമായിട്ട് ഒട്ടും റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്ഥലവും പോവും, അതിനുള്ള ഇമ്പോർട്ടൻസും പോവും. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനീസിൽ ഒരു ജോബ് പോസ്റ്റ് നമ്മൾ ലിങ്ക്ഡിനിൽ ഇടുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 100 കണക്കിന് റെസ്പോൺസസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇതിൽ ചില റെസ്പോൺസസ് റെസ്യൂമെ സ്ക്രീനിങ്ങും എല്ലാം മെഷീൻ വെച്ചിട്ടായിരിക്കും, അതായത് കമ്പ്യൂട്ടർ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ട് സ്ക്രീനിങ് നടക്കുന്നത്. സെക്കൻഡ് റൗണ്ട് സ്ക്രീനിങ് മാനുവൽ ആയിരിക്കും. സോ മാനുവൽ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് ഇത്രയും പേജസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ആരും ഇതിരുന്ന് മുഴുവൻ വായിച്ച് നോക്കത്തില്ല. ഇതിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. സോ റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ റെസ്യൂമെയിൽ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെളിവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെയാണ്. നിങ്ങളെപ്പോഴും റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മീനിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നമ്മുടെ റെസ്യൂമെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആക്കാതെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മുടെ ടാലൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷോക്കേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട.